بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്ത് സുമർ 72 73 വചനങ്ങളാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യുന്നത്. ഈ രണ്ട് ആയത്തുകളിലുമുള്ള പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഖീല ദഖുലു, ഖീല എന്ന് പറയുമ്പോൾ ഖാഫ് തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്. എന്നാൽ ഏറ്റവും കുറഞ്ഞ തഫ്ഖീം നിസ്ബിയിൽ ഏറ്റവും താഴെ നിൽക്കുന്ന തഫ്ഖീമാണ് കൊടുക്കേണ്ടത്. കാരണം മക്സൂർ ആയതുകൊണ്ട്, കസ്ർ ചെയ്യപ്പെട്ട അക്ഷരമാണ് എന്നതുകൊണ്ട്. ഖീല ദഖുലു, ഉദ്ഖുലു, ദാലിൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കണം. ഉദ്ഖുലൂ എന്നതിലെ ദീർഘം, ആ വാവിൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവ് ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. ഉദ്ഖുലൂ അബ്വാബ നിർബന്ധമല്ല. ഉദ്ഖുലൂ എന്നതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നാണ് പറഞ്ഞത്. അതായത് ആ വാവിൻ്റെ ദീർഘം 4-5 ഹറക്കത്തിൻ്റെ അളവിൽ നൽകൽ അനുവദനീയമാണ്. അബ്വാബ, ബഇൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കേണ്ടതാണ്. അബ്വാബ ജഹന്നമ, ഈ പദത്തിലെ നൂൻ മുഷദ്ദദ, ശബ്ദ നൽകപ്പെട്ട നൂനിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഖാലിദീന ഫീഹ, ഖാഇനും അലിഫിനും തഫ്ഖീം കൊടുക്കണം, പൂർണ്ണമായ തഫ്ഖീം. എന്നാൽ മറ്റ് അക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീമില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഖാലിദീന ഫീഹ, ഫീഹ ഫബിഅസ മത്വൽ മുതകബ്ബിരീൻ. ഫബിഅസ എന്ന് ഒരു തസ്ഹീലോടുകൂടി ഒരു ഒഴുക്കി ഉള്ള ഹംസ ആവരുത്, തെറ്റാണത്, ശ്രദ്ധിക്കണം. ഫബിയുസ അല്ല, ഫബിസ. മത്വൽ, മത്വ അല്ലേ, മത്വൽ മുതകബ്ബിരീൻ. വ്യക്തമായി എല്ലാ അക്ഷരങ്ങളും ഉച്ചരിക്കുക. എല്ലാം തർഖീഖിൻ്റെ അക്ഷരങ്ങളാണ്. വസീഖ, വീണ്ടും വസീഖ, ഖാഫ് പൂർണ്ണമായ തഫ്ഖീം നൽകി ഉച്ചരിക്കണം. അല്ലദീന തഖൗ, വീണ്ടും ഖാഫ് തഫ്ഖീം ചെയ്യേണ്ട അക്ഷരം വന്നു. അപ്പോൾ അതല്ലാത്ത മറ്റക്ഷരങ്ങൾക്കൊക്കെ തർഖീഖാണ്. വസീഖല്ലദീന തഖൗ റബ്ബഹും, റബ്ബഹും, റാഇന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക. സാക്കിനായ മീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കണം. റബ്ബഹും ഇലൽ ജന്നതി, നൂൻ മുഷദ്ദദ, ശബ്ദ നൽകപ്പെട്ട നൂനിനെ മണിക്കണം. സുമറ, സുമറ, റാഇനും അലിഫിനും തഫ്ഖീം കൊടുത്ത് തടിപ്പിക്കുക. സുമറ. ഹത്താ ഇദാ, മദ് മുൻഫസിൽ ജായിസ് നൽകി അലിഫിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഹത്താ ഇദാ ജാഊഹ, എന്നാൽ ഈ പദത്തിലെ ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. ഇതിലുള്ള അലിഫിനെ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ് 4-5 ഹറക്കത്തിൻ്റെ അളവിൽ. ജാഊഹ വഫുതിഹത് അബ്വാബുഹ, വഫുതിഹത്, വ്യക്തമായി ഹംസ് നൽകി ചരിക്കേണ്ട അക്ഷരമാണ്. അതുപോലെ ഷദീദായ ഹർഫുമാണ്. വഫുതിഹത്, വഫുതിഹത് അബ്വാബുഹ, അബ്വാബുഹ. ഓരോ പദവും ഞാൻ പറയും പോലെ നിങ്ങളും സ്വയം പറഞ്ഞു നോക്കണം. ബഇൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിക്കണം.
أبوابها وقال لهم ഖാഫിനും അലിഫിനും തഫ്ഖീം നൽകി തടിപ്പിക്കുക. സകിന മീം ലഹും എന്നതിൽ വന്നത് ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. وقال لهم خزنتها سلام عليكم خزنتها ഖാഇന് മാത്രമാണ് തഫ്ഖീം, പൂർണ്ണമായ തഫ്ഖീം നൽകി തടിപ്പിക്കുക. خزنتها خزنتها سلام عليكم സലാമുൻ തൻവീനിന് ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കണം. സലാമുൻ അലൈക്കും ത്വയ്ബ്തും അലൈക്കും ഇതിലുള്ള സക്കിന മീം ഇൽഹാർ ഷഫവിയാണ്, മണിക്കാതെ വെളിവാക്കുക. ത്വയ്ബ്തും ത്വാഇന് തഫ്ഖീം കൊടുക്കണം, എന്നാൽ ഏറ്റവും കുറഞ്ഞ തഫ്ഖീം നിസ്ബി ആണ് ത്വാഇന് വേണ്ടത്, കസ്റായതുകൊണ്ട്. ത്വയ്ബ്തും ബായിന് സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കുക. അതുപോലെ പദത്തിൻ്റെ അന്ത്യത്തിൽ വന്ന സക്കിന മീം ഇൽഹാർ ഷഫവി ഫാഇന് മുമ്പിലാണ് എന്നതിനാൽ സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം. ത്വയ്ബ്തും ഫദ്ഖുലൂഹ ത്വയ്ബ്തും ഫദ്ഖുലൂഹ. കൂടുതൽ അവിടെ ഒരു മുറിച്ച് പറഞ്ഞ് ഒരു ഗ്യാപ്പ് വരുന്നത് സൂക്ഷിക്കേണ്ടതാണ്. അങ്ങനെ ഒരു അതിസൂക്ഷ്മത ആവശ്യമില്ല, എന്നാൽ സൂക്ഷ്മത വേണം. കാരണം ഫ ഷഫവിയായ അക്ഷരമായതുകൊണ്ട് സക്കിന മീം അവ്യക്തമാവാൻ കൂടുതൽ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം. ത്വയ്ബ്തും ഫദ്ഖുലൂഹ ദാലിൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കുക. ഖാഇന് തഫ്ഖീം നിസ്ബിയാണ്, തടിപ്പിച്ച് ഓതുക. ഫദ്ഖുലൂഹ ഖാലിദീൻ ഖാഇനും അലിഫിനും പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക. ഖാലിദീൻ. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. قيل ادخلوا أبواب جهنم خالدين فيها فبئس مثوى المتكبرين. وسيق الذين اتقوا ربهم إلى الجنة زمرا حتى إذا جاءوها وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين.